ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ നമുക്കിന്ന് കുറച്ചധികം എക്സാമ്പിൾസ് നോക്കാം. ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 65 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് നമ്മൾ ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെ മീനിങ് മാറുന്നത്, എങ്ങനെയാണ് ഓരോ സെൻറ്റൻസ് സ്ട്രക്ചറും മാറുന്നതൊക്കെ കാണിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ബോക്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ എന്താണ് മേലെ കൊടുത്തിട്ടുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. അവിടെ എന്താണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്, ഹി ഓപ്പൺസ് ദ ഡോർ അല്ലേ. അവൻ എന്ത് ചെയ്യുന്നു, ഡോറ് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് മലയാളത്തിൽ അതിൻ്റെ ഡയറക്റ്റ് മീനിങ്. ഹി ഓപ്പൺസ് ദ ഡോർ, അവൻ വാതിൽ തുറക്കുന്നു. അപ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇമ്പോർട്ടൻസ് ആർക്കാണ്, ചെയ്യുന്ന ആൾക്കാണ്, അഥവാ സബ്ജക്റ്റാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിലെ സബ്ജക്റ്റ് ആരാണ്, ഹി, അവൻ വാതിൽ തുറക്കുന്നു. അപ്പോൾ ആക്റ്റീവ് വോയിസ് ആയിട്ടുള്ള ഈ സെൻറ്റൻസിൽ നമ്മൾ പ്രാധാന്യം ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ചെയ്യുന്ന ആൾ അല്ലേ. ആൾ നമ്മൾക്ക് എന്ത് വിളിക്കുക, ഡൂവർ എന്ന് വിളിക്കുക. ചെയ്യുന്ന ആൾ, ഡു മീൻസ് ചെയ്യുക, ആ അർത്ഥത്തിൽ ഡൂവർ, DOER നമുക്ക് ആളെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഹി ഓപ്പൺസ്, ഓപ്പണിങ് എന്നുള്ളതെങ്കിൽ ഓപ്പൺ എന്നാണ് ഈ സെൻറ്റൻസിനകത്ത് വരുന്ന വെർബ് അഥവാ ക്രിയയായിട്ട് കൊടുത്തിട്ടുള്ളത്, ഓപ്പൺസ് എന്നാണ്. പിന്നെ ഡോറ്, എന്തിനെയാണ് തുറന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ മേലെയാണോ ആ ആക്ഷൻ ചെയ്തിട്ടുള്ളത് അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു പാറ്റേണിലാണ് പാസീവ് വോയിസിൽ സാധാരണയായിട്ട് സെൻറ്റൻസ് സ്ട്രക്ചർ വരിക. അഥവാ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഷോർട്ടാക്കിയിട്ട് നമുക്ക് എന്ത് വിളിക്കുക, SVO പാറ്റേൺ. S ഫോർ സബ്ജക്റ്റ്, V ഫോർ വെർബ്, O ഫോർ ഒബ്ജക്റ്റ്. അതായത് SVO പാറ്റേൺ എന്നതിനെ പറയും. ഇനിയിപ്പോൾ അത് തിരിച്ച് നമ്മൾ നെക്സ്റ്റ് എന്താണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്താക്കണം, നമ്മൾ പാസീവ് വോയിസിലോട്ട് ആക്കണം. പാസീവ് പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ടിരിക്കുക, അഥവാ എന്താണ് ചെയ്ത ആൾക്ക് വലിയ എന്തില്ല, പ്രാധാന്യമില്ല. എന്തിൻ്റെ മേലാണോ ചെയ്തത് ആ ഒബ്ജക്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് പറയുന്നതാണ് എന്ത്, പാസീവ് അല്ലെ. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്റ്റീവായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പാസീവ് എന്നുള്ള എന്താ മീനിങ്, ആക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാസീവ് മീൻസ് ആക്റ്റീവ് അല്ലാത്ത, അല്ലെങ്കിൽ ഒന്ന് പതുങ്ങിയിരിക്കുന്ന എന്നൊക്കെയുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ഇവിടെ ഡോറ് നമ്മൾ പറഞ്ഞു പാസീവ് വോയിസിൽ സബ്ജക്റ്റിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. എന്തിൻ്റെ മേലാണ് ചെയ്തിട്ടുള്ളത് ആ ഒബ്ജക്റ്റിനാണ് എന്ത് പ്രാധാന്യം കൊടുക്കുക പാസീവ് വോയിസിൽ. അപ്പോൾ ഇങ്ങനെ വരും, ദ ഡോറ് നമ്മൾ ഫസ്റ്റിൽ കൊടുക്കണം പാസീവ് വോയിസിൽ. പിന്നെ ഓപ്പൺസ് എന്നാണല്ലോ, അപ്പോൾ ഒരു എസ് ഉണ്ട്. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഏത് വോയിസിലെന്ന് മനസ്സിലാക്കണം, പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, പ്രസൻറ്റ് ടെൻസിലൊക്കെ ഉള്ളത് നമ്മൾ എന്ത് കൊടുക്കണം, ഈസ് കൊടുക്കണം. ദ ഡോർ ഈസ് ഓപ്പൺഡ് അല്ലേ. വെർബ് എന്തായിരിക്കും, വെർബ് എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞു V3 വെർബാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മേലത്തേത് ഓപ്പൺ ചില വെർബ് നമ്മൾ എന്താക്കിയിട്ട് മാറ്റും, V3 വെർബിലോട്ടാക്കി മാറ്റിയിട്ട് പിന്നെ ഒരു ബൈ അല്ലേ, അവനാൽ തുറക്കപ്പെട്ടു, ബൈ എന്നുള്ളൊരു സെൻറ്റൻസ് അവിടെ വരും. ബൈ ഹിം, ഹി എന്നുള്ളത് എന്തായിട്ട് മാറും, ഹിമ്മാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യാം. അപ്പോൾ ഓരോ സെൻറ്റൻസിലും ആക്റ്റീവ് വോയിസ് തന്നിട്ടുള്ള ടെൻസിനനുസൃതമായിട്ട് എന്ത് മാറും, പാസീവ് വോയിസിനും അതിനായിട്ടുള്ള മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ, ഫസ്റ്റ് ഇത് മേലെ പറഞ്ഞല്ലേ, ഷീ ഓപ്പൺസ് ദ ഡോർ. അപ്പോൾ അതിൻ്റെ പാസീവ് എന്താണ്, ദ ഡോർ ഈസ് ഓപ്പൺഡ് ബൈ ഹിം അല്ലേ. അപ്പം ഷീ, അവൾ അല്ലെങ്കിൽ അവനൊരു ഡോറ് തുറന്നു. അപ്പോൾ നമ്മളെങ്ങനെ മാറ്റും, അവിടെ ഡോർ ഒരെണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ ദ ഡോർ ഈസ് മതി. ദ ഡോർ ഈസ് ഓപ്പൺഡ് ബൈ ഹിം. താഴെ നോക്കിയാൽ ദേ ഓപ്പൺ ഡോർസ് അല്ലേ. അപ്പോൾ അവിടെ ഡോർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാസീവിലാക്കുമ്പോൾ ഡോർസ് ആർ ഓപ്പൺഡ് ബൈ ദം അല്ലേ. ദേ എന്നുള്ളത് എന്തായിട്ട് മാറും, ദമ്മായിട്ട് മാറും. ഹി ആണെങ്കിൽ ഹിമ്മായിട്ട് മാറും. ഷീ ആണെങ്കിൽ ഹെറായിട്ട് മാറും. ബൈ ഹിം, ബൈ ഹെർ, ബൈ ദം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടുള്ളതിനും നമ്മൾ എന്ത് ഉപയോഗിക്കാം, പ്ലൂറൽ ഉപയോഗിക്കും. അതാണ് ഡോട്ട്സ് വന്നപ്പോൾ ഡോട്ട്സ് ആർ എന്ന് പറഞ്ഞു, മേലെ ഡോർ ഈസ് എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കി, ഷീ ഈസ് ഓപ്പണിങ് ദ ഡോർ അല്ലേ. ഷീ ഈസ് ഓപ്പണിങ് ദ ഡോർ, അവൾ വാതിൽ തുറന്നു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓപ്പണിങ് അതിൽ ING വന്നില്ല, അതിനകത്ത് ING വന്നിട്ടുണ്ടെങ്കിൽ
നമ്മൾ പാസീവ് വോയിസിൽ എന്ത് ഉപയോഗിക്കണം? ബീൻ എന്ന് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും മാറിയത് നോക്കിയേ. ദ ഡോർ ഈസ് ബീൻ ഓപ്പൺഡ് ബൈ ഹിം ഓർ ഹെർ. ദ ഡോർ ഈസ് ബീൻ ഓപ്പൺഡ്. അപ്പം ING ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഈസ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈസ് ബീൻ ഓപ്പൺഡ്. ING ഉണ്ടെങ്കിൽ ബീൻ വരുന്ന വൃത്തിക്കുക. ആക്റ്റീവ് വോയിസിൽ ഒരു ING ഫോമിലാണ്, പ്രസൻറ്റ് ടെൻസിലാണ് അല്ലേ, പ്രസൻറ്റ് ടെൻസിലാണല്ലോ നമ്മൾ ING കൊടുക്കുക. അപ്പോൾ പുറത്ത് എന്ത് കൊടുക്കാം? ബീന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ആറ് കൊടുക്കുക. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് അല്ലേ. ഒരെണ്ണത്തിന് നമ്മൾ ഈസ് എന്ന് പറയുക. ആ ഈസ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് എന്ത്? ആറ്. ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് അല്ലേ, അവളുടെ പെൺകുട്ടിയാണ്, ഈസ് കൊടുത്തു. ദേ ആർ സ്റ്റുഡൻസ്, അവർ എല്ലാവരും വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ ദേ ആറ് വരും. അപ്പോൾ ഈസ് സിംഗുലർ ഫോമാണ്, ഈസിൻ്റെ പ്ലൂറൽ ഫോമാണ് എന്ത്? ആറ് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഷീ ഹാസ് ഓപ്പൺ ദ ഡോർ അല്ലേ. ഹാസ് എന്ന് കഴിഞ്ഞാൽ പാസീവിൽ എന്ത് ആഡ് ചെയ്യാം? ഒരു ഹാസ് ബീൻ ആഡ് ചെയ്യാം. അപ്പോൾ ഷീ ഹാസ് ബീൻ ദ ഡോർ ഹാസ് ബീൻ ഓപ്പൺഡ് ബൈ ഹിം എന്ന് കൊടുക്കുക അല്ലേ. ഷീ ഹാസ് ഓപ്പൺ ദ ഡോർ എന്നാണെങ്കിൽ ദ ഡോർ ഹാസ് ബീൻ. പിന്നെ ദേ ഹാവോ അല്ലേ. ഒരാളാണെങ്കിലാണ് ഹാസ് വരിക. ഹാസിൻ്റെ പ്ലൂറലാണ് എന്ത്? ഹാവ്. ദേ ഹാവ് അവർ. ദേ ഹാവ് ഓപ്പൺ ഡോർസ് എന്നാണെങ്കിൽ അവിടെ ഹാസോ ഹാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ബീനെ ആഡ് ചെയ്യുക. BEEN. അപ്പോൾ അങ്ങനെ വരും. ദേ ഹാവ് ഓപ്പൺ ഡോർസ് എന്നുള്ളതിന് ഡോർസ് ഹാവ് ബീൻ ഓപ്പൺ ബൈ ദം. പിന്നെ നെക്സ്റ്റ് നോക്കിയേ. ഷീ ഓപ്പൺ ദ ഡോർ അല്ലേ. ഇവിടെ എന്താണ്? ഓപ്പൺത് മാത്രമല്ല. അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യാം? ഇതൊരു V2ലാണ് ഓപ്പൺഡ്, ഒരു V2ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു വാസ് ആഡ് ചെയ്യുക. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ഹിം. പിന്നെ ദേ ഓപ്പൺ ഡോർസ് അല്ലേ. അപ്പോൾ വാസിൻ്റെ പ്ലൂറലായിട്ടുള്ള മേലെ ഡോർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വാസ് കൊടുത്തു. താഴെ ദേ ഓപ്പൺ ഡോർസ്. ഡോർസിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യണം? വേറെ ആഡ് ചെയ്യുക. ഡോർസ് വേർ ഓപ്പൺഡ് ബൈ ദം. അതായത് വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലെ സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറലാണ് എന്ത്? വേർ അല്ലേ. ഷീ വാസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് കോളേജ്. അവൾ ഈ കോളേജിലെ വിദ്യാർത്ഥിനി ആയിരുന്നു എന്നുള്ളതിന് ഷീ വാസ് കൊടുക്കുക. ഇനി അവരെല്ലാവരും ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറയാൻ ദേ വേർ സ്റ്റുഡൻറ്റ്സ് അല്ലേ. അപ്പോൾ വാസ് എന്നുള്ളത് നമ്മൾ എന്താക്കിയിട്ട് കൊടുക്കണം? പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വേർ എന്നാക്കിയിട്ട് കൊടുക്കണം. നെക്സ്റ്റ് ഷീ ഹാസ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞു ഹാസ് ഹാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആഡ് ചെയ്യും? ബീൻ ആഡ് ചെയ്യും. അതേ സെയിം കേസിനാണ് എവിടെയും ഹാഡിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക? ബീൻ ആഡ് ചെയ്യുക കേട്ടോ. പാസീവ് ആക്കാൻ വേണ്ടിയിട്ട് ബീൻ ആഡ് ചെയ്യുക. അപ്പോൾ ഷീ ഹാഡ് ഓപ്പൺ ദ ഡോർ ആണെങ്കിൽ ദ ഡോർ ഹാഡ് ബീൻ ഓപ്പൺഡ് ബൈ ഹിം ഓർ ഹെർ. ഇനി ദേ ഹാഡ് ഓപ്പൺ ഡോർസ്. അപ്പോൾ ഡോർസ് വന്നു. അപ്പോഴും അഗെയിൻ എന്താണ്? പ്ലൂറൽ എന്താണ്? ഹാഡ് തന്നെയാണ്. അപ്പോൾ ദ ഡോർസ് ഹാഡ് ബീൻ ഓപ്പൺ ബൈ ദം. ഇനി വില്ല് വരികയാണെങ്കിലോ, അതായത് ഷീ വിൽ ഓപ്പൺ ദ ഡോർ. അവൾ വാതിൽ. അപ്പോൾ അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ്? വാതിൽ അവളാൽ തുറക്കപ്പെടും എന്നാണല്ലോ അതിൻ്റെ പാസീവ് വോയിസ് വരിക അല്ലേ. അല്ലെങ്കിൽ എന്താണ്? അവൻ സിനിമ കാണും. അപ്പോൾ അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് മലയാളത്തിൽ വരിക? സിനിമ അവനാൽ കാണപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഷീ വിൽ ഓപ്പൺ ദ ഡോർ. അവൾ എന്ത് ചെയ്യും? ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവിടെ വില്ല് ഫ്യൂച്ചർ ടെൻസാണ്. മേലെ കൊടുത്ത് ചെറിയൊരു മാറ്റമുണ്ട് ഈ ടെൻസിൽ. ഫ്യൂച്ചർ ടെൻസ് നമ്മൾ മേലെ ഡിസ്കസ് ചെയ്ത കേസുകൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ നമ്മൾ കണ്ട്. ഇനി ഈ കേസിൽ എന്താണ്? ദേ വിൽ അല്ലെങ്കിൽ ഷീ വിൽ ഓപ്പൺ ദ ഡോർ. അപ്പോൾ എങ്ങനെ വരിക? ദ ഡോർ വിൽ ബി ഓപ്പൺഡ്. ഒരു വിൽ ബി ആയിട്ട് വരിക. വില്ലാണെങ്കിൽ പാസീവ് വോയിസിൽ വിൽ ബി കൊടുക്കുക. ദേ വിൽ ഓപ്പൺ ഡോർസ് ആണെങ്കിൽ ഡോർസ് വിൽ ബി ഓപ്പൺഡ് ബൈ ദം എന്നായിരിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. ഇങ്ങനെ ആക്റ്റീവ് വോയിസിൽ സെൻറ്റൻസ് എടുത്തിട്ട് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ റൂള് മനസ്സിലാക്കിയിട്ട് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും V3 ആയി വരിക അല്ലേ. ഒരു ഓപ്പൺഡ്, എല്ലാത്തിലും ഓപ്പൺഡ് എന്നാണല്ലോ. ഓപ്പൺ എന്നാണ് ഇവിടെ ആണെങ്കിലും, ഓപ്പണിംഗ് എന്നാണെങ്കിലും, ഓപ്പൺസ് ആണെങ്കിലും നമ്മൾ പാസീവിലേക്ക് ആക്കുമ്പോൾ എല്ലാം ഒരു EDയിൽ വന്നില്ലേ, V3 ഫോമിൽ വന്നു. പിന്നെ ING ഉണ്ടെങ്കിൽ ബീൻ ആഡ് ചെയ്യുക. ഹാസോ ആവോ ആണെങ്കിൽ ബീൻ ആഡ് ചെയ്യുക. ഇങ്ങനെയുള്ള നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് 2-3-4 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം ടെക്സ്റ്റിൽ നിന്ന് പുറത്ത് നിന്നിട്ടുള്ള. അപ്പോൾ നമുക്ക്
ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം റൂൾസ് തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ, അജ്മൽ റൈറ്റ്സ് എ നോവൽ അല്ലേ. അജ്മൽ ഒരു നോവൽ എഴുതുന്നു. അപ്പോൾ മേലെ കൊടുത്തിട്ടുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് എല്ലാതും പാസീവ് വോയിസ് ആണ്. അപ്പോൾ പാസീവ് വോയിസിൽ എങ്ങനെയാണ് വരിക, ഒരു നോവൽ അജ്മലിനാൽ എഴുതപ്പെട്ടു. അപ്പോൾ എങ്ങനെ വരിക, എ നോവൽ ഈസ് റിട്ടൺ ബൈ അജ്മൽ. അപ്പോൾ മേലെ എസ് ആണല്ലോ, അജ്മൽ റൈറ്റ്സ് എന്നാണല്ലോ, അതായത് അത് പ്രസൻറ്റ് ടെൻസിൽ പറയുന്നതാണ് ആ എസ്. അപ്പോൾ ആ എസ്സിനെ നമ്മൾ താഴോട്ട് എഴുതുമ്പോൾ എന്താക്കിയിട്ട് കൊടുക്കുക, ഒരു ഈസാക്കിയിട്ട് കൊടുക്കുക. മേലത്തെ എസ്സിന് ഈസാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ എ നോവൽ ഈസ് റിട്ടൺ ബൈ അജ്മൽ. നെക്സ്റ്റ്, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ പാസീവ് വോയിസിൽ എങ്ങനെ വരിക, ഇംഗ്ലീഷ് ഞാനാൽ പഠിക്കപ്പെടുന്നു. അപ്പോൾ ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷിൽ എങ്ങനെ വരും, ഇംഗ്ലീഷ് ഈസ് ബീൻ ടോട്ട് ബൈ മീ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എൻ ജി വന്നു കഴിഞ്ഞാൽ അല്ലേ, ആക്റ്റീവ് വോയിസിലെ വെർബിൽ ഐ എൻ ജി വന്നിട്ടുണ്ട് അല്ലേ. അവിടെ മേലത്തെ കൊടുത്തിട്ടുള്ളതിലെ വെർബ് ഏതാണ്, ടീച്ചിങ് ആണ്. ടീച്ച് എന്നാണ് വെർബ്, അത് ഐ എൻ ജി ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്, ടീച്ചിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാസീവിലോട്ടാക്കുമ്പോൾ എന്ത് ആഡ് ചെയ്യാം, ബീൻ ആഡ് ചെയ്യുക അല്ലേ. കണ്ടില്ല, ഇംഗ്ലീഷ് ഈസ് ബീൻ ടോട്ട് ബൈ മീ. ടീച്ച് എന്നുള്ള വെർബ് എന്തായിട്ട് മാറി, V3 ഫോമിൽ ടീച്ച് ടോട്ട് എന്നാക്കിയിട്ട് മാറി. ഇനി ഹി ഹാസ് ബ്രോട്ട് എ ബുക്ക് അല്ലേ. ഹാസ് വന്നു കഴിഞ്ഞാൽ പാസീവ്, ആക്റ്റീവ് വോയിസിൽ ഹാസ് ഉണ്ടെങ്കിൽ പാസീവ് വോയിസിലോട്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് വരും, ബീന്ന് വരും, BEEN. അപ്പോൾ അവനൊരു ബുക്ക് കൊണ്ടുവന്നു, അതാണ് ആക്റ്റീവ് വോയിസ്. നമ്മൾ പാസീവിൽ എന്തോട്ട് എങ്ങനെയാക്കണം, അവനാൽ ഒരു ബുക്ക് അവനാൽ വരിക ചെയ്തു എന്നുള്ള മീനിങ്ങിൽ. അപ്പോൾ എ ബുക്ക് ഹാസ് ബീൻ ബ്രോട്ട് ബൈ ഹിം. ഇനി ആലിയ വാസ് പ്ലേയിങ് പിയാനോ, ആലിയ പിയാനോ പ്ലേ ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെ ആക്കണം, പിയാനോ ആലിയെ കൊണ്ട് പ്ലേ ചെയ്യപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ്, അവിടെ ഒരു വാസ് ഉണ്ട്, പ്ലേയിങ്ങും ഉണ്ട് ആക്റ്റീവ് വോയിസിൽ. അപ്പോൾ പ്ലേയിങ് ING ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പാസീവ് വോയിസിൽ എന്ത് ആഡ് ചെയ്യണം, ബീൻ ആഡ് ചെയ്യണം, അതൊരു റൂളാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് പിയാനോ വാസ് ബീൻ പ്ലേഡ് ബൈ ആലിയ. ദേ വിൽ ഇൻഫോം ദ മാറ്റർ അല്ലേ. വില്ല് വന്നു കഴിഞ്ഞാൽ പാസീവ് വോയിസിൽ എന്ത് ആഡ് ചെയ്യണം, വിൽ ബി ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരിക, ദേ ഇൻഫോം ദ മാറ്റർ. നമ്മൾക്ക് മാറ്ററാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ളത്, ഒബ്ജക്റ്റ് നമ്മൾ തുടക്കത്തിലോട്ട് എടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരിക, ദ മാറ്റർ വിൽ ബി ഇൻഫോംഡ് ബൈ ദം. ദേ എന്നുള്ളത് ദമ്മായിട്ട് മാറും, ഹി ആണെങ്കിൽ ഹിമ്മായിട്ട് മാറും, ഷീ ആണെങ്കിൽ ഹെറായിട്ട് മാറും. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മീനിങ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 4 ആക്ടിവിറ്റി തരികയാണ്. അത് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളത് ആക്ടിവിറ്റി ആക്കിയിട്ട് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന 4 സെൻറ്റൻസുകൾ ആക്റ്റീവ് വോയിസിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ അറിയാം ആക്റ്റീവ് വോയിസിലാണ്, കാരണം ആക്റ്റീവ് വോയിസിലായിരിക്കും ഫസ്റ്റിൽ കർത്താവ് വരും. ഇവിടെ അമീൻ, പോലീസ്, വി, പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ 4 സെൻറ്റൻസുകൾ നിങ്ങൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നേ പറഞ്ഞിട്ട് എക്സാമ്പിൾസ് നോക്കുക, അപ്പോൾ മീനിങ് മാറാണ്ട് ചെയ്യുക. ഫസ്റ്റ് വൺ, അമീൻ ലൈക്സ് ഐസ്ക്രീം, പോലീസ് ഈസ് ഫോളോയിങ് ദ തീഫ്, വി ഹാവ് മെയ്ഡ് ഫ്രൈഡ് റൈസ്, PM വിൽ അനൗൺസ് ലോക്ക്ഡൗൺ. ഈ 4 സെൻറ്റൻസുകളും ആക്റ്റീവ് വോയിസിലാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, പാസീവിലോട്ട് മാറ്റുക. റൂൾസ് മാറിപ്പോവരുത്, തെറ്റരുത്. നിങ്ങൾ നോക്കുക എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് പാറ്റേണിലാണ് വരിക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളിത് എഴുതുക. നെക്സ്റ്റ് പേജ് നമ്പർ 68 ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹൗ ചോക്ലേറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ. ഒരു കോഫി ബീൻ മുതൽ അതൊരു എഡിബിൾ കേക്ക് ആക്കുന്നവരെ പ്രൊസീജിയേഴ്സും പ്രോസസ്സിൻ്റെയും ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിട്ട് എഴുതുക. താഴെ കുറച്ച് വെർബ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്ന വേർബ്സാണ്. അപ്പോൾ ആ വേർബ്സ് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ആക്ടിവിറ്റി 3 പേജ് നമ്പർ 69 ആക്ടിവിറ്റി 3 ഉണ്ട്. അതായത് നമ്മൾ ഈ കെമിസ്ട്രിയിൽ ടൈട്രേഷൻ എല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ടൈട്രേറ്റിംഗ്
ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ഉള്ള ഒരു ടൈട്രേഷൻ സ്റ്റെപ്പും അതിനുള്ള ക്ലൂ വേർഡ്സ് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രോസസ്സും കൂടെ നിങ്ങൾ എഴുതണം നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട്. മൂവിങ് ടു നെക്സ്റ്റ് പാർട്ട്. ഇനി നമുക്ക് കുറച്ച് സ്പീച്ച് അല്ലേ, നമ്മൾ പല കേസിലും നമുക്ക് സ്പീച്ചുകൾ പറയേണ്ട അവസരങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ സ്പീച്ച് നമുക്ക് പലതരം സ്പീച്ചുകളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒഫീഷ്യലായിട്ട് നടത്തുന്ന സ്പീച്ചുകളുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ചില ഹെഡ് മാസ്റ്റേഴ്സ് പ്രിൻസിപ്പൽസ് നടത്തുന്ന സ്പീച്ചുകളുണ്ട്. പൊളിറ്റീഷ്യൻസ് നടക്കുന്ന സ്പീച്ചുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, മിനിസ്റ്റേഴ്സ് മറ്റുള്ളവരെയൊക്കെ. അതുപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീച്ചുകളുണ്ട്. ഇങ്ങനെ പല ഐറ്റം സ്പീച്ചുകളുണ്ട്. അപ്പോൾ ഓരോ സ്പീച്ചിനകത്തും നമ്മൾ പറയുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ട് വരിക സ്പീച്ചിനകത്ത് ഗ്രീറ്റിങ്സ് സല്യൂട്ടേഷൻസ് ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ഭാഗം വരിക സാധാരണഗതിയിൽ വെൽക്കം സ്പീച്ച് അല്ലേ. ഒരു സ്പീച്ചിൻ്റെ ചില സ്പീച്ചുകൾ എന്തായിരിക്കും, വെൽക്കം സ്പീച്ച്. ഒരു പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറിമണിയൊക്കെ നടക്കുമ്പോൾ അതിന് തുടക്കത്തിൽ ഒരാളെന്ത് ചെയ്യും, എല്ലാവരെയും അതിലോട്ട് വെൽക്കം ചെയ്തിട്ട് ഒരു സ്പീച്ച് നടത്തും. അതാണ് വെൽക്കം സ്പീച്ച് എന്ന് പറയുന്നത്. പിന്നെ ആ സ്പീച്ചിനകത്ത് നിന്ന് എല്ലാവരും വെൽക്കം ചെയ്യുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു, എല്ലാവരെയും സല്യൂട്ടേഷൻസ് എല്ലാം പറയുന്നു. പിന്നെ മെയിൻ ബോഡി കണ്ടൻറ്റ് പാർട്ടായിട്ട് ഒരു സ്പീച്ച് നടത്താറുണ്ട്. ഫൈനലി വോട്ട് ഓഫ് താങ്ക്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വെൽക്കം സ്പീച്ച് പറയുക, എന്തൊക്കെ കാര്യങ്ങളാണ് വെൽക്കം സ്പീച്ചിൽ പറയേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു വെൽക്കം സ്പീച്ചിനകത്ത് നമ്മൾ ആ സ്പീച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിയൻസിനെല്ലാം ഗ്രീറ്റ് ചെയ്യും അല്ലേ. വിഷ് അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു വെൽക്കം സ്പീച്ച് നമ്മൾ തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തുടങ്ങാം, ഗുഡ് മോർണിംഗ് എവരി വൺ, ഹലോ എവരി വൺ, ഗുഡ് ഡേ അല്ലേ. പൊതുവേ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഐ ആം വെൽക്കമിങ് എവരി വൺ ടു ദിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ ഏതൊക്കെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ വിശിഷ്ട ഡിഗ്നിറ്ററീസ്, വിശിഷ്ട വ്യക്തികളാണോ ആ സ്റ്റേജിലിരിക്കുന്നത് അതിൽ ഓരോരുത്തരെയും വെൽക്കം ചെയ്തിട്ടും, പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്പീച്ച് നടത്തുന്നത് എന്നുള്ളതിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ പേർപ്പസ് അല്ലേ, ഉദ്ദേശം കൂടെ നമ്മൾ ഇതിലൂടെ അറിയിക്കണം. ഈ വെൽക്കം സ്പീച്ചിലൂടെ നമ്മൾ ഓഡിയൻസിനെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം എവറി വൺ ടു അവർ ബ്യൂട്ടിഫുൾ വെന്യൂ ടു നൈറ്റ് അല്ലേ. ഇങ്ങനെ ഏത് മോഡൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടും ഓഡിയൻസിനെ വിഷ് ചെയ്തുകൊണ്ടും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മീറ്റിങ്ങിൻ്റെ പേർപ്പസും കൂടെ നമ്മുടെ സ്പീച്ചിലൂടെ വെൽക്കം സ്പീച്ചിലൂടെ നമ്മൾ ഓഡിയൻസിനെ അറിയിക്കേണ്ട ഒരു കടമയും കൂടെ ആർക്കുണ്ട്, വെൽക്കം സ്പീച്ച് പറയുന്ന ആൾക്കുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്കൂളിലെല്ലാം നടത്തുന്ന ഇപ്പോൾ ഒരു ആനുവൽ സ്പോർട്സ് ഡേൻ്റെ വെൽക്കം സ്പീച്ച് നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ കൊടുത്ത എക്സാമ്പിൾ ഒക്കെ, ഗുഡ് മോർണിംഗ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്, പ്രിൻസിപ്പൽ, പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം യു ഓൾ ടു ദ 15th ആനുവൽ സ്പോർട്സ് ഡേ ഓഫ് അവർ സ്കൂൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വേർഡ്സുകൾ അധികം റിപ്പീറ്റ് ചെയ്യാണ്ട് നമ്മൾ ഒരു പ്രോപ്പർ സെൻറ്റൻസ് സ്ട്രക്ചറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എല്ലായ്പ്പോഴും നമ്മൾ ഇങ്ങനെ നമ്മുടെ വെൽക്കം സ്പീച്ച് നടത്തേണ്ടത്. വളരെയധികം നീട്ടിപ്പരത്തി വലിക്കാണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓഡിയൻസിനെ കാര്യത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് വെൽക്കം സ്പീച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കണ്ടിട്ടുള്ള ഇത്തരം സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് നമ്മളെവിടെ യൂസ് ചെയ്യണം, വെൽക്കം സ്പീച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ വെൽക്കം സ്പീച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു കണ്ടൻറ്റ് അല്ലേ, മെയിൻ കണ്ടൻറ്റ് പാട്ടെല്ലാം പറഞ്ഞ് ലാസ്റ്റിൽ ആ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുന്നായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ടായിരിക്കും അല്ലേ. അതിന് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഒരാൾ വന്നിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയും. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വോട്ട് ഓഫ് താങ്ക്സ് മീൻസ് എന്താ പറയുന്ന ആൾക്ക് എന്തൊക്കെ പറയേണ്ടി വരും. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ആളെന്ത് ചെയ്യേണ്ടി വരും, അവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും നന്ദി അറിയിക്കേണ്ടി വരും. നന്ദി അറിയിക്കണം. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിൽ സംഘാടകരോടും അവിടെ വന്നിട്ടുള്ള ഗസ്റ്റിനോടും ഒക്കെയുള്ള ഒരു നന്ദി അറിയിക്കുക. പിന്നെ ആ മീറ്റിംഗ് എന്തെങ്കിലും പർപ്പസ് എന്തെങ്കിലും ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽ വിഷിംഗ് എല്ലാം ആര് നടത്തേണ്ടി വരും,
വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ആൾ പറയേണ്ടി വരും. അപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്ന വോട്ട് ഓഫ് താങ്ക്സിൽ എങ്ങനെയാണ് ശ്രീ പറയുന്നത്? താങ്ക് യു എവറി വൺ ഫോർ ടേക്കിംഗ് ദ ടൈം ടു ബി ഹിയർ ടുഡേ ആൻഡ് ഫോർ ലിസണിങ് ടു മീ സ്പീക്ക്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫൈനലി ഒരു വിഷിങ്ങിലാണ് നമ്മൾ എന്താ അവസാനിപ്പിക്കുന്നത്, നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സിലാണ് അവസാനിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് നീട്ടി പറയുമ്പോൾ ഇങ്ങനെ പറയാം അല്ലേ. Ladies and gentlemen, a very good morning to all. It gave me an immense pleasure to deliver the vote of thanks for this event to all dignitaries assembled here. I would like to thank our chief guest who honored this function with his inspirational thoughts. I would like to thank our beloved principals, members, students, participants, volunteers, and last but not least our beloved audience for making this function as a grand success. Once again I thank and all present here. താങ്ക് യു അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കിയിട്ട് നമുക്ക് അവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെ അടുത്തും അവർ വന്നതിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കാം. അപ്പം നമ്മൾ എന്ത് നോട്ട് ചെയ്യണം, വോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ അല്ലെങ്കിൽ വെൽക്കം സ്പീച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്രേസസ് നോട്ട് ചെയ്യുക. പിന്നെ വേർഡ്സ് എന്ത് ആവരുത്, റിപ്പീറ്റിംഗ് ആവരുത്, വളരെയധികം നീട്ടി പരത്തി പറയുന്ന തരത്തിൽ ആവരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്പീച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു സ്റ്റോറി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ചില ക്ലാസ്സുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ചില ബാച്ചിനും ചില ഷിഫ്റ്റുകൾക്കൊന്നും ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ ക്ലാസ്സുകൾ, എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ മേ ബി നിങ്ങൾ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പറയുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. വീണ്ടും റിപ്പീറ്റിംഗ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. എഴുതാത്തവരുണ്ടെങ്കിൽ, ക്ലാസ് കിട്ടാത്തവരുണ്ടെങ്കിൽ, ചില കുട്ടികൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, അവരെന്ത് ചെയ്യുക, ക്ലാസ് കേട്ടിട്ട് ആക്ടിവിറ്റീസ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ക്ലാസ് നിർബന്ധമായിട്ടും കേട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു സ്റ്റോറിയാണ് എടുക്കുന്നത്. സ്റ്റോറിയുടെ പേരെന്താണ്? എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ്. അതാണ് സ്റ്റോറിയുടെ പേര്, എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ്. അപ്പോൾ പേജ് നമ്പർ 4 പോവുക. എല്ലാവരും 4 എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 4 എടുക്കുക. എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് എന്നാണ് സ്റ്റോറിയുടെ പേര്. പേൾ എസ് ബെക്ക് എന്നുള്ളൊരു അമേരിക്കൻ റൈറ്ററുടെ സ്റ്റോറിയാണെന്ത്, എ ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ്. ഒരു ക്രിസ്മസ് ദിനത്തിലെ പുലരിയിൽ നിന്നാണ് ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി ബിഗിൻ ചെയ്യാം അല്ലേ. സ്റ്റോറി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മെയിൻ ക്യാരക്ടർ അഥവാ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള റോബ്, ആളുടെ പേര് റോബാണ്, ROB. ആളെന്ത് ചെയ്യാണ്, പെട്ടെന്ന് രാവിലെ 4 മണിക്ക് ഇങ്ങോട്ട് എണീക്കണം. അപ്പോൾ ആൾ പറയണെന്തേ, എല്ലാ ദിവസവും ഇങ്ങനെ 4 മണിക്ക് എണീക്കുക എന്നുള്ള ശീലം ആളുടെ അച്ഛൻ ആളിൽ വളർത്തിയെടുത്തിട്ടുള്ളൊരു ശീലമാണ് അല്ലേ. പക്ഷേ ഇപ്പോൾ ആൾക്ക് 50 വയസ്സുണ്ട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 30 വർഷമായിട്ടുണ്ട്. എങ്കിലും ഇത്രയും വർഷങ്ങളായിട്ട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എണീക്കുക എന്നുള്ള ശീലം ആളെന്ത് ചെയ്യാറില്ല, ആ ഒരു പതിവ് തെറ്റിക്കാറില്ല. അപ്പോൾ ഈ ഒരു ശീലം ആളെന്ത് ചെയ്യുന്നു, ഇത്രയും വർഷങ്ങളായിട്ട് ആൾ ഈ ഒരു ഹാബിറ്റ്, ഈ ഒരു ശീലം ശീലിച്ചു വരുന്നു. കാരണം എന്താണ്, ആൾ പറയണെന്ത്, ആളുടെ അച്ഛന് എന്തായിരുന്നു ജോലി ഉണ്ടായിരുന്നത്, അച്ഛനൊരു ഫാർമറായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ എന്തുണ്ടായിരുന്നു, അങ്ങനെ കുറേ കൗ അല്ലേ, പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെന്ത് ചെയ്യുക, രാവിലെ എണീറ്റിട്ട് 4 മണിക്ക് എണീറ്റിട്ട് അച്ഛന് പാല് കറന്നെടുക്കാൻ അഥവാ മിൽക്കിങ്ങിന് സഹായിക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളിങ്ങനെ 4 മണിക്ക് എണീറ്റ് ശീലിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ്, ഇന്നൊരു ക്രിസ്മസ് പുലരി ആയിട്ട് കൂടെ ആൾ പറയുകയാണെന്തേ, എനിക്കെന്ത് ചെയ്യുന്നില്ല, 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തിനു കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല. കാരണം എന്താണ്, നമ്മൾ ചെറുതിലെ പഠിച്ചു വന്ന ശീലങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കൂടെ ജീവിതാവസാനം വരെ
നിലനിൽക്കും. അത് നല്ല ശീലങ്ങളാവട്ടെ ചീത്ത ശീലങ്ങളാവട്ടെ അല്ലേ. ചെറുപ്പകാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കൂടെ ജീവിതാവസാനം വരെ ആ ശീലങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ആൾക്കുള്ള ഏറ്റവും നല്ല ശീലം എന്താണ്, എല്ലാ ദിവസവും എന്ത് ചെയ്യുക, രാവിലെ 4 മണിക്ക് എണീക്കുക എന്നുള്ള അച്ഛൻ ആൾട്ടിൽ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു നല്ലൊരു ഹാബിറ്റാണ്. അപ്പോൾ അങ്ങനെ റോബ് എന്ത് ചെയ്തത്, രാവിലെ 4 മണിക്ക് എണീറ്റു. ഇന്ന് എന്താണ്, ഒരു ക്രിസ്മസ് പുലരിയാണ്. അപ്പോൾ ആളെന്ത് ചെയ്യണം, ആൾ ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ആളെന്ത് ചെയ്യണം, ആളുടെ പാസ്റ്റിലോട്ട്, ഭൂതകാലത്തിലോട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയിലോട്ട് ആളുടെ മെമ്മറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിക്കുകയാണ് എന്ത്, ഇങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ സംഭവിച്ച ചെറുപ്പത്തിൽ ആൾക്ക് 15 വയസ്സുള്ള സമയത്ത് സംഭവിച്ചുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആൾ ബെഡിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്. റോബ് പറയുകയാണെന്ത്, റോബിനെ അറിയണ്ടായിരുന്നില്ല എന്താണ്, തൻ്റെ അച്ഛന് തന്നോട് അത്രമാത്രം ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഏതുവരെ. ഒരു ദിവസം എന്ത് ചെയ്യണേ, റോബ് തൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം കേൾക്കാനിടയായി. അതായത് അച്ഛൻ അമ്മയോട് അച്ഛൻ പറയാണ്, എനിക്കുണ്ടല്ലോ റോബിനെ രാവിലെ 4 മണിക്ക് എണീപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അധികം വെറുപ്പുള്ളൊരു കാര്യമാണ്. കാരണം എന്താ, കാരണം രാവിലെ പോയിട്ട് അവനെ വിളിച്ചുണർത്താൻ പോകുമ്പോൾ അവൻ്റെ സുഖനിദ്രയിൽ അവനിങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയിരിക്കും. അപ്പോൾ അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് എന്തിനു തോന്നില്ല, അവനെ രാവിലെ അത്രയും നേരത്തെ കഷ്ടപ്പെട്ട് അവനെ വിളിച്ചുണർത്താൻ തോന്നില്ല. കാരണം എന്താണ്, അവൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവന് ഉറക്കം വേണ്ട ഒരു സമയത്തിലൂടെയാണ് അവന് കടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ അവനെ 4 മണിക്ക് പോയിട്ട് എന്നെ കറവയിലെ ജോലി അഥവാ മിൽക്കിങ്ങിൻ്റെ ജോലിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയധികം വെറുപ്പുള്ളൊരു കാര്യമാണെന്ന് എന്ത് ചെയ്യണേ, അച്ഛനിങ്ങനെ അമ്മയോട് സംസാരിക്കണം. അപ്പോൾ ഈ ഒരു സംസാരം കേട്ടപ്പോഴാണ് അവൻ എന്ത് ബോധ്യമായത്, തന്നോട് അച്ഛന് എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ള കാര്യം അവന് ബോധ്യമായത്. അപ്പോൾ അതുവരെ അവനെ അറിയണ്ടായിരുന്നില്ല അല്ലേ, എത്രമാത്രം ഇഷ്ടമാണ് തൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നോടുള്ളത്, പ്രത്യേകിച്ച് അച്ഛൻ്റെ മനസ്സിൽ തന്നോടുള്ളത് അവന് വിചാരിച്ചിട്ടുള്ളത് അല്ലേ. കാരണം എന്താണ്, പൊതുവേ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ മക്കളെടുത്ത് ഇങ്ങനെ കുറേ അധികം സമയം സംസാരിക്കാനൊന്നും ടൈം കിട്ടാറില്ല. കാരണം എന്താണ്, അച്ഛനും അമ്മയും രണ്ടുപേരും എല്ലാ ടൈമിലും അവർ എവിടെ ബിസി ആയിരിക്കും, അവർ ജോലിയിൽ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ ഫാമിൽ ഇങ്ങനെ പശുക്കൾക്കുമായിട്ടൊക്കെ ബിസി ആയിരിക്കും. ഒരിക്കലും ഇങ്ങനെ മക്കളുമായിട്ട് അധികം സമയം ചിലവഴിക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും റോബിൻ്റെ അച്ഛനമ്മയ്ക്കും കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവന് വളരെയധികം സന്തോഷമായില്ലേ, തന്നോട് അച്ഛന് എത്രമാത്രം സ്നേഹം ഉണ്ടല്ലോ എന്നൊക്കെ അപ്പോഴാണ് അവൻ അതിനെക്കുറിച്ചൊക്കെ ഡെപ്തായിട്ട് ആലോചിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടൈമിൽ തന്നെയാണ് എന്ത്, ക്രിസ്മസ് വന്നത് അല്ലേ. അപ്പോൾ ക്രിസ്മസ് വന്ന് അപ്പോൾ അവൻ വിചാരിക്കുകയാണത്, ഈ ക്രിസ്മസിന് എന്ത് ചെയ്യണം, അച്ഛൻ എന്തായാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മാത്രം പോരല്ലോ, കയ്യിൽ എന്തും കൂടെ വേണം, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കയ്യിൽ ക്യാഷ് വേണം. അപ്പോൾ അതിന് മാത്രമുള്ള ക്യാഷൊന്നും എന്തില്ല അവൻ്റെ കയ്യിലില്ല. കാരണം അവിടെ ഫാമിലി എന്താണ്, ഒരു പുവർ ഫാമിലിയാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ ഫാമിലൊക്കെ ജോലി ചെയ്യുന്നു. പിന്നെ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ചെറിയ തരത്തിലുള്ള ഒരു ആഘോഷങ്ങളാണ്. എന്ത് ചെയ്യുന്നു, ക്രിസ്മസ് ഡേ ആകുമ്പോൾ സ്പെഷ്യലായിട്ട് അമ്മ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും കേക്കെല്ലാം ഉണ്ടാക്കുന്നു. സ്പെഷ്യലായിട്ട് എന്താണ്, മിൻസ് പൈസ് ഉള്ളൊരു കേക്കാണ് സാധാരണയായിട്ട് അമ്മ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാറുള്ളത് അല്ലേ. മിൻസ് പൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും പിന്നെ മാംസലായിട്ടുള്ള ഒരു തരം കേക്ക്, അങ്ങനെയുള്ള ചെറിയ തരം ഒരു ആഘോഷമാണ് ഇവരുടെ ഫാമിലിയുടെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അമ്മയുടെ വീട്ടിൽ വളർത്തിക്കൊണ്ട് വരുന്നൊരു ടർക്കി കോഴി ഉണ്ട് അല്ലേ, ടർക്കി കോഴിയെ അറുത്തിട്ട് അതിന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ചെറിയ തരത്തിലുള്ളൊരു ആഘോഷങ്ങൾ ഒതുക്കി നിൽക്കുന്നൊരു ഫാമിലിയാണ് റോബിൻ്റെ ഫാമിലിയുടെ. പ്ലസ് എന്ത് ചെയ്യും, അച്ഛനും അമ്മയും മക്കൾക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നു. മക്കൾക്ക് കിട്ടാറുള്ളത് സാധാരണയായിട്ട് എന്തെങ്കിലും ബുക്സോ അല്ലെങ്കിൽ തണുപ്പ് കാലത്തിടാൻ വേണ്ടിയിട്ടുള്ള ജാക്കറ്റ്, ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റുകൾ മക്കൾക്ക് വേണ്ടിയിട്ട് പേരൻസ് കൊടുക്കുന്നു. പിന്നെ ഇവൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലോ ഇവൻ്റെ സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും തുന്നി ഉണ്ടാക്കിയിട്ട് അതാണ് അവർ പാരൻസ് തിരിച്ചും ഗിഫ്റ്റായിട്ട് ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഇടയിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടത്താറുള്ളത്. അപ്പോൾ അവനിപ്പോൾ വെറും 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ വിചാരിക്കണത് ഈ ഒരു സമയത്ത് എന്താണ്,
തനിക്ക് അച്ഛനോടുള്ള ഒരു പ്രത്യേക സ്നേഹത്തെക്കുറിച്ചുള്ള പറഞ്ഞതാണല്ലോ. എന്ത് ചെയ്യാം, ഈ ക്രിസ്മസിന് എന്ത് ചെയ്യണം, അച്ഛൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് അവന് ആലോചിക്കുകയാണ്. എന്ത് ചെയ്യണം, തനിക്ക് അച്ഛനോടുള്ള പ്രത്യേക സ്നേഹത്തെ അച്ഛനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്മസിന് എന്താവട്ടെ, അച്ഛന് തന്നെ ആവട്ടെ തൻ്റെ വകയുള്ള ഗിഫ്റ്റ് അവന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവൻ കുറേ ആലോചിക്കുന്നുണ്ടല്ലേ എന്ത് ഗിഫ്റ്റ് കൊടുക്കും അച്ഛന് എന്നല്ല. അങ്ങനെ ലാസ്റ്റ് അവൻ പോയിട്ട് അവന് അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് അവനൊരു ടൈ കൊണ്ടുവന്നു അല്ലേ. ടൈ നമ്മൾ ഇടുന്ന ടൈ കൊണ്ടുവന്നിട്ട് അവൻ വിചാരിക്കുന്നത് അച്ഛന് ടൈ കൊടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ വീട്ടിലെത്തിയിട്ട് പിന്നീട് നോക്കുമ്പോൾ അവൻ എന്ത് തോന്നുന്നില്ല, അവന് ടൈ അത്ര ഇഷ്ടമല്ല. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ അവൻ ആലോചിച്ചപ്പോഴാണ് അവൻ്റെ ഉള്ളിലൊരു ബൾബ് കത്തിയത്, അവനൊരു ഐഡിയ കത്തിയത്. എന്തായിരുന്നു ഐഡിയ? അവരുടെ വീട്ടിൽ എന്തുണ്ട്, തൊഴുത്തുണ്ട് അല്ലേ, തൊഴുത്തുണ്ട്. അപ്പോൾ അവൻ ആലോചിക്കുകയാണെന്ത്, ഈവൻ യേശു ക്രിസ്തു ജീസസ് വരെ എവിടെയാണ് ജനിച്ചിട്ടുള്ളത്, ഒരു തൊഴുത്തിൽ അഥവാ ഒരു ബാണിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോഴാണ് അവൻ എന്ത് ഐഡിയ മനസ്സിലാക്കിയത്, അച്ഛന് ഗിഫ്റ്റായിട്ട് എന്ത് കൊടുക്കാം. അച്ഛൻ ഇന്ന് രാവിലെ 4 മണിക്ക് ചെയ്യുന്നൊരു ജോലിയാണല്ലോ എന്ത്, 4 മണിക്ക് പുലർച്ചെ എണീക്കുന്നു. അച്ഛൻ തൊഴുത്തിൽ പോയിട്ട് അഥവാ BARN ബാണിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, മിൽക്കിങ് അഥവാ മിൽക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറവയുടെ ജോലി അച്ഛൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ക്രിസ്മസിന് അതിൽ എന്ത് ചെയ്യുക, അച്ഛൻ സർപ്രൈസായിട്ട് ഈ ഒരു അച്ഛൻ്റെ മിൽക്കിങ്ങിൻ്റെ ജോലി താൻ എന്ത് ചെയ്യുക, അച്ഛൻ എണീക്കുന്നതിന് മുന്നേ 3 മണിക്ക് എണീറ്റിട്ട് എന്ത് ചെയ്യുന്നു, ആ ജോലി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യുക, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക അതായത് തീരുമാനിക്കുകയാണ്, റോബ് തീരുമാനിക്കുക അല്ലേ. അപ്പോൾ നമുക്കും നമ്മുടെ പാരൻസിന് വേണ്ടി എന്ത് ചെയ്യുക, ഇത്തരം സർപ്രൈസ് എല്ലാം കൊടുക്കുക. എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളെ പാരൻസ് വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് അവർക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക അല്ലേ. ഇങ്ങനെയും പൈസ കൊടുത്തിട്ട് വേണം മാത്രമെന്നല്ല നമുക്ക് എന്ത് ചെയ്യാം, ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയുക. ഇത്രയും ഗിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാരൻസിനൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ അവൻ എന്ത് തീരുമാനിക്കുകയാണ്, അച്ഛൻ എണീക്കുന്നതിന് മുന്നേ എണീറ്റിട്ട് എന്ത് ചെയ്യണം, അവന് ഈ അച്ഛൻ ചെയ്യുന്ന ജോലി അച്ഛൻ എണീക്കുമ്പോഴേക്ക് ചെയ്ത് തീർത്തിട്ട് അതുമായി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ക്രിസ്മസിന് കൊടുക്കാൻ റോബ് തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, അവന് ഉറങ്ങാൻ കിടന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല, അവന് ഉറക്കം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ ഞെട്ടിണീക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ടൈം ആയിട്ടുണ്ടോ അല്ലേ. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, 3 മണിക്ക് അവൻ എണീക്കണ്ടേ, കാരണം 4 മണിക്ക് അച്ഛൻ എണീക്കുക, അതിൻ്റെ 1 മണിക്കൂർ മുന്നേ എണീറ്റിട്ടാണ് അവന് ജോലിയെല്ലാം ചെയ്ത് തീർക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവന് 1:30 എണീക്കുന്നു, 1:45 എണീക്കുന്നു. അങ്ങനെ ലാസ്റ്റ് അവൻ എന്ത് ചെയ്തു, 2:45 അവൻ എണീറ്റിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ പുറത്ത് പോയിട്ട് തൊഴുത്തിൽ പോയിട്ട് തൊഴുത്തിൻ്റെ വാതിലൊക്കെ ഓപ്പൺ ചെയ്ത് അവനിങ്ങനെ കറവയുടെ ജോലി ചെയ്യാണ് അല്ലേ. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ കറവയുടെ ജോലി അവന് ചെയ്യുന്നത്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, തനിയെ എന്ത് ചെയ്തു അല്ലേ, അവന് കറ നിൽക്കുന്ന ജോലി അല്ലെങ്കിൽ മിൽക്കിംഗ് എല്ലാം അവന് ചെയ്തു. എന്നിട്ട് അവൻ പറയണത് അല്ല, ഈ മിൽക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല അത്ര വലിയൊരു ജോബ് എന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കില്ല. അത്ര വലിയൊരു അവനും ചെയ്യാവുന്നതേ ഉള്ളൂ, തന്നെക്കൊണ്ടും പറ്റുന്നുള്ളൊരു ബോധം എന്താണ് റോബിൻ്റെ മനസ്സിൽ വരണം. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവിടെയുള്ള 2 ക്യാൻ ഉണ്ടല്ലേ, 2 കണ്ടെയ്നർ നിറയെ അവൻ എന്ത് ചെയ്യാണ്, ഫ്രഷ് മിൽക്ക്, നല്ല പതയ്ക്കുന്ന ഫ്രഷ് മിൽക്ക് എന്ത് ചെയ്തു, 2 ക്യാൻ, അച്ഛന് സാധാരണയായിട്ട് കറന്ന് വയ്ക്കാൻ ഉപയോഗിക്കുന്ന 2 പാത്രങ്ങളിൽ 2 ക്യാൻ നിറയെ അവൻ എന്ത് ചെയ്യാണ്, 2 ക്യാനിലും പാല് ഫില്ല് ചെയ്തിട്ട് അവന് വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, അവൻ എന്ത് ചെയ്യാണ്, ഫില്ല് ചെയ്ത് വെച്ചിട്ട് അവന് തിരിച്ചു വന്ന് തൊഴുത്തിൻ്റെ ഡോറെല്ലാം പോലെ ക്ലോസ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ എന്ത് ചെയ്തു, തിരിച്ചു പോയിട്ട് ബെഡിൽ കിടന്നു അല്ലേ. അപ്പോഴേക്ക് ടൈം 4 മണി ആയിട്ടുണ്ട്, അഥവാ അച്ഛൻ എണീക്കുന്ന സമയമായിട്ടുണ്ട് അല്ലേ. 4 മണിക്ക് അവന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാതോർക്കുന്നുണ്ട് അല്ലേ. അപ്പം അച്ഛൻ എണീക്കും, അച്ഛൻ വന്നിട്ട് തന്നെ വിളിക്കുന്നു. താൻ എന്ത് ചെയ്തില്ല, അച്ഛൻ്റെ കൂടെ പോയില്ല. അങ്ങനെ അച്ഛൻ തനിയെ എങ്ങോട്ടേക്ക് പോകുന്നു, തൊഴുത്തിലോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് അപ്പോഴാണ് അച്ഛൻ എന്ത് കാണുന്നത്, താൻ ചെയ്ത് വെച്ചിട്ടുള്ള സർപ്രൈസ് അച്ഛൻ കാണുന്നതും അച്ഛൻ സന്തോഷിക്കുന്നതും തിരികെ വന്ന് തന്നെ കെട്ടിപ്പിടിക്കുന്നൊക്കെ അവനിങ്ങനെ മനസ്സിലിങ്ങനെ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെല്ലാം അങ്ങനെ ആലോചിച്ചപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് മനസ്സിങ്ങനെ ഡാൻസ് ചെയ്യണം. അവൻ്റെ ഹാർട്ട് അല്ലേ, ഹൃദയം ഇങ്ങനെ തുള്ളിച്ചാടാണ് സന്തോഷം കൊണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്യണം, അവൻ അവിടെ തന്നെ ഇങ്ങനെ കിടന്നപ്പോൾ അച്ഛൻ്റെ സൗണ്ടൊക്കെ അവനെ കേൾക്കുന്നത്, അച്ഛൻ എണീക്കുന്നതും അച്ഛൻ തൊഴുത്ത് പോകുന്നതൊക്കെ അവനിങ്ങനെ കാണുകയാണ്, അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ തിരികെ തൊഴുത്ത് പോയിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛൻ അവൻ ചെയ്ത് വെച്ചൊക്കെ കാണുമ്പോൾ അച്ഛൻ വളരെയധികം സന്തോഷമായിട്ട് അച്ഛൻ എന്ത് ചെയ്യണം, തിരിച്ചു നിന്നിട്ട് റോബിനോട് പറയുകയാണെന്ത്, നീ എന്നെ പറ്റിച്ചല്ലടാ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ അവനെ വന്നിട്ട് ഹഗ് ചെയ്യണം, അച്ഛൻ അവനെ കെട്ടിപ്പിടിക്കുകയാണ്.
എന്നിട്ട് എന്ത് ചെയ്യാണ്, അവനും വല്ലാത്ത സന്തോഷം തോന്നി അല്ലേ. എന്നിട്ട് അച്ഛൻ പറയണെന്ത്, ഇതുപോലെ ഒരു ക്രിസ്മസ് സമ്മാനം എന്ത് ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയത് വെച്ച് ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് ഇന്നേ ദിവസം നീ എനിക്ക് തന്നിട്ടുള്ളത് എന്ത് ചെയ്യാണ് അച്ഛന് അവനോട് പറയണം. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛൻ അവനെയും കൂട്ടിയിട്ട് പുറത്തോട്ട് പോയി അല്ലേ. പുറത്ത് അവരൊരു ക്രിസ്മസ് ട്രീ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ് അച്ഛൻ അവൻ്റെ അമ്മയുടെയും അവൻ്റെ ബാക്കിയുള്ള അവൻ്റെ സിബ്ലിങ്സ് അവൻ്റെ സഹോദരങ്ങളുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് അവൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റിനെ കുറിച്ച് അച്ഛനിങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വിവരിക്കുമ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷം, ചെറിയൊരു ചമ്മലക്കാർക്ക് ഫീൽ ചെയ്യാണ് റോബിന് ഫീൽ ചെയ്ത്. അപ്പോൾ അവൻ അച്ഛന് കൊടുത്തിട്ടുള്ള യഥാർത്ഥ ഗിഫ്റ്റ് എന്താണ് അല്ലേ, ഒരു ട്രൂ ലവ്, യഥാർത്ഥ സ്നേഹമാണ് അവൻ അച്ഛന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. എന്നിട്ട് എന്ത് ചെയ്യാണ് അന്ന് ദിവസം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് എന്താണ്, ഞാൻ മരിക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, നീ എനിക്ക് തന്നിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ ഓർത്ത് പോകുന്നവൻ പറയുകയാണ് അല്ലേ. പക്ഷേ ഈ റോബി കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പം അച്ഛൻ മരിച്ചിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ട്, 30 വർഷമെങ്കിലും ആയിട്ടുണ്ട്. എങ്കിൽ കൂടെ എന്ത് ചെയ്യുന്നു, 30 വർഷങ്ങൾക്ക് ശേഷവും റോബ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ക്രിസ്മസ് പുലരിയിലും താൻ അച്ഛന് കൊടുത്തിട്ടുള്ള ഈ ഒരു സമ്മാനത്തെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ഡിസംബർ 25 അതേക്കുറിച്ച് അവന് ആലോചിച്ച് പോകുന്നുണ്ട് അല്ലേ. കാരണം അവൻ കൊടുത്തിട്ടുള്ള സമ്മാനം എന്താണ്, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ട്രൂ ലവ്. കാരണം എന്താണ്, യഥാർത്ഥ സ്നേഹം എന്ത് ചെയ്യില്ല, ഒരിക്കലും മരിക്കില്ല. അപ്പോൾ അവനിങ്ങനെ ഈ ട്രൂ ലവിനെ കുറിച്ച് കേട്ട സമയത്ത് അവൻ എന്താ ആലോചിക്കുകയാണ്, ഇപ്പം റോബിന് 50 വയസ്സായിട്ടുണ്ട്. അവനിപ്പോൾ എന്താണ്, ഹീസ് എ മാരീഡ് മാൻ അല്ലേ, അവന് മാരീഡാണ്, അവന് വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ആലോചിക്കുകയാണെന്ത്, വൈഫ് ഇപ്പോൾ കറൻ്റ്ലി എന്തല്ല, വൈഫ് ഇപ്പോൾ കൂടെയില്ല അല്ലേ. റോബ് ആലോചിക്കുകയാണെന്ത്, തൻ്റെ വൈഫിനോടുള്ള തൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ അവളുടെ അടുത്ത് ഒന്ന് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടൊക്കെ എത്ര ദിവസമായിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ. എന്തില്ല, വിവാഹത്തിൻ്റെ ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മളത അഥവാ വാംത്ത് ഓഫ് ലവ് എന്നെന്തില്ല ഇപ്പോൾ അവരുടെ ഇടയിൽ നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, മനസ്സിലാ സ്നേഹം ഉണ്ടെങ്കിൽ കൂടെ എന്ത് ചെയ്യുന്നില്ല, താനത് തുറന്നു പറഞ്ഞിട്ട് എത്രയോ കാലമായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ചെറിയൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് റോബ് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് റോബ് എന്ത് തീരുമാനിച്ചു, ഈ ക്രിസ്മസിന് തൻ്റെ വൈഫിന് എന്ത് ചെയ്യുക, പണ്ട് അച്ഛന് കൊടുത്ത പോലെ എന്ത് ചെയ്യുക, ഈ ക്രിസ്മസിന് എന്താണ് തൻ്റെ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞുകൊണ്ട് അഥവാ ട്രൂ ലവ് അറിയിച്ചുകൊണ്ടുള്ള ഒരു ലവ് ലെറ്റർ തൻ്റെ വൈഫിന് എഴുതാൻ എന്ത് ചെയ്യാണ് റോബ് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവൾക്ക് ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് എന്ത് ചെയ്യാണ്, തൻ്റെ ട്രൂ ലവ് അറിയിച്ചുകൊണ്ട് ഒരു ലവ് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ആൾ തീരുമാനിക്കുകയാണ്. അതിനകത്ത് എന്ത് പറയുന്നുണ്ട്, എന്താണ് ആൾ തൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞുകൊണ്ട് വൈഫിനൊരു ലെറ്റർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ് എന്താണ് ആൾ പറയണത്, നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, കുറേ ക്യാഷ് മുടക്കിയിട്ടുള്ളൊരു ഗിഫ്റ്റൊന്നുമല്ല, എന്താണ് സ്നേഹമാണ്. കാരണം എന്താണ്, സ്നേഹത്തിന് മാത്രമേ എന്തേ ഉള്ളൂ മറ്റൊരാളുടെ മനസ്സിൽ സ്നേഹത്തെ ഉണർത്താൻ കഴിയുള്ളൂ അല്ലേ. അങ്ങോട്ടേക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇങ്ങോട്ടേക്കും സ്നേഹം കിട്ടുള്ളൂ. അല്ലാണ്ട് എന്തില്ല, നമ്മളിങ്ങനെ അത് മനസ്സിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുള്ളൂ, കാലക്രമേണ അതിങ്ങനെ ജീർണിച്ചു പോകുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള സ്നേഹത്തെ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യണം, അത് മറ്റയാളെ അറിയിക്കണം. നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ആരായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലുള്ള സ്നേഹത്തെ എന്ത് ചെയ്യുക, നമ്മൾ അറിയിക്കുക. അല്ലാണ്ട് അത് മനസ്സിലിട്ടിട്ട് നമ്മളെന്ത് ചെയ്തത്, ഇപ്പോൾ പാരൻസിൻ്റെ അടുക്കൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുക എന്നൊക്കെയുള്ള ഒരു വലിയൊരു തിരിച്ചറിവ് ആർക്ക് കിട്ടി, റോബിന് കിട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആളുടെ വൈഫിന് ഒരു ലവ് ലെറ്റർ ആൾ എഴുതാൻ തുടങ്ങി അല്ലേ. മൈ ഡിയറസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആൾ സച്ച് എ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ ലെറ്റർ എഴുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോറി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റോറി എന്തായാലും ഒരു 2 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയേണ്ട ഒന്നൊന്ന് ശ്രമിച്ച് നോക്കുക. ഇനി നമുക്ക് കുറച്ച് വോവൽ സൗണ്ടുകളെ കുറിച്ച് പഠിക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ എന്ത് ചെയ്യുക, 12 വോവൽ സൗണ്ടുകളുണ്ട്. നമ്മൾ വോവൽ ലെറ്റേഴ്സ് അല്ല, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫോണറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വോവൽ സൗണ്ടുകൾ പഠിക്കുകയാണ്. അതായത് നമ്മൾ പറയുന്ന ഓരോ ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ
പറയുന്ന ഓരോ വേർഡ്സിലും എന്തുണ്ട്, പല പല സൗണ്ടുകളുണ്ട് അല്ലേ. ലെറ്റേഴ്സ് എന്നതിനപ്പുറത്തോട്ടുള്ള സൗണ്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ന് വൊവൽ സൗണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വൊവൽ സൗണ്ട് ഹെഡിങ് കൊടുത്തിട്ട് വേണം എന്തെഴുതാൻ, ഈ താഴെ കാണുന്ന ഈ ഒരു ചാർട്ട് എഴുതാൻ. ഫസ്റ്റ് സൗണ്ട് ഇതാണ്. ഒരു ഐ ഇട്ടിട്ട് 2 കുത്തിട്ടാൽ എന്താണ് അത് ഈ സൗണ്ട് എന്ന് പറയാം. എന്താണ് ഈ അല്ലേ, നമ്മുടെ മലയാളത്തിലുള്ള ഈ. അപ്പം എക്സാമ്പിൾ എന്താണ്, ഷീപ്പ് അല്ലേ. ഷീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്നുള്ള സൗണ്ടാണ് എന്ത്, ആ ഫസ്റ്റ് കാണുന്ന ഒരു ഐ പോലെ ഇട്ടിട്ടുള്ള 2 കുത്തിട്ട് കാണുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഒരു ഈ കണ്ടില്ലേ, ഒരു ഐ മാത്രം, അതെന്താണ് സൗണ്ടാണ്, ഈ സൗണ്ടാണ് ഈ. ഷിപ്പ്, ഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ എന്നല്ല വരുന്നത്, ഷിപ്പ് അല്ലേ. ഷിപ്പ്, ഡിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഈ സൗണ്ടല്ലേ, അതാണ് ഐ എന്നിട്ടിട്ട് വരുന്നത്. നെക്സ്റ്റ് സൗണ്ടാണ് ഉ മീൻസ് എന്താണ്, ഇപ്പോൾ ഗുഡ് എക്സാമ്പിൾ എടുത്ത് കൊടുത്തില്ല, അവിടെ എന്താണ് ഗുഡ്. ഗുഡിൽ ഏത് സൗണ്ടാണ് വരുന്നത്, ഗുഡ്. പുട്ട്, ഷുഡ്, ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ, ഗുഡ്, അതാണ് സൗണ്ട്. പിന്നെ ഒരു യു ഇട്ടിട്ട് 2 കുത്തിട്ട് കഴിഞ്ഞാൽ അല്ലേ. ഷൂട്ട്, ഫൂട്ട്, ഫൂഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ, അതാണ് യു ഇട്ടിട്ട് 2 കുത്തിട്ട് കഴിഞ്ഞാലുള്ളത്. ഇനി താഴെ ഒരു ഇ, അത് ഇ അല്ല, എ സൗണ്ടാണ്, എ സൗണ്ടാണ് അല്ലേ. ഇപ്പം ബെഡ് എന്ന് പറയുമ്പോൾ ബെഡ്, ഒരു എ സൗണ്ട് വരുന്നുണ്ട്, അതാണ് എ സൗണ്ട്. ഇനി എ സൗണ്ട് അല്ലേ. ടീച്ചർ, ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ടീച്ചർ എന്നല്ല പറയാം, ടീച്ചർ, അപ്പോൾ ഒരു എ സൗണ്ട് വരുന്നുണ്ട്. ഇനി എ സൗണ്ട് അല്ലേ. ബേർഡ്, ബേർഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എ സൗണ്ട്, ഒരു 3 ഇട്ടിട്ട് 2 കുത്തിട്ട് പോലെയുള്ള ഒരു സിമ്പിൾ എന്താണ്, എ സൗണ്ട്, ബേർഡ്, ബേർഡ്. ഓക്കെ. ഇനി ഒരു സി തിരിച്ചിട്ടിട്ട് 2 കുത്തിട്ട് കഴിഞ്ഞാലുള്ള സൗണ്ടാണ് എന്ത്, ഓ സൗണ്ട്. ഓ എന്നല്ല, ഓ അല്ലേ. ഡോർ, ഫ്ലോർ, ആ സൗണ്ടാണ് എന്ത്, ഓ സൗണ്ട് അല്ലേ, അഥവാ ഓ സൗണ്ട്. ഈ നെക്സ്റ്റ് സൗണ്ടാണ് എന്ത്, എ അല്ലേ. ഇപ്പം ക്യാറ്റ് പറയില്ല നമ്മൾ, ക്യാറ്റ്, അതാണെന്ത്, ഒരു എയും ഇയും കൂടെ ഒരുമിച്ച് അല്ലേ ജോയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാലുള്ള ആ സിമ്പിളാണെന്ത്, എ സൗണ്ട്. ഇപ്പോൾ ക്യാറ്റ്. അതുപോലെ തന്നെ എന്താണ്, ചില വേർഡ്സുകളിലൊക്കെ ഇത്തരം സൗണ്ടുകൾ വരുന്നുണ്ട്. ഈ നെക്സ്റ്റ് എന്താ, ഒരു ഒരു വിരടാതെ പോലെ എഴുതിയാൽ എന്താണ്, ആ സൗണ്ട് അല്ലേ. അപ്പ്, യു പി എന്നാണെങ്കിൽ പറയുമ്പോൾ ഏത് സൗണ്ടാണ് തുടക്കത്തിൽ വരുന്നത്, ആ സൗണ്ട് അല്ല, അതാണ് അപ്പ് എന്ന് പറയുമ്പോൾ വരുന്നത്. ഇനി ഒരു ഇട്ടിട്ട് 2 കുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് പറയാം, ഇപ്പോൾ ഫാർ അല്ലേ. ഫാർ, ജാർ, ടാർ ഒക്കെ പറയുമ്പോൾ ഉള്ള സൗണ്ടാണ് എന്ത്, ആ സൗണ്ട്. ഇനി ഒരു ഓ ഇട്ടിട്ട് അതിന്മേൽ ചെറിയൊരു വര പോലെ വരുന്നതാണെന്ത്, ഓ സൗണ്ട്, ഓ കേട്ടോ, ഓ. അപ്പോൾ ഓൺ അല്ലെങ്കിൽ എന്താണ്, ടോൺ, ഒരു ഓ സൗണ്ട് വരുന്നല്ലോ, ഓ സൗണ്ട്. അപ്പോൾ ഇത്രയും ഈ 12 നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സൗണ്ടുകൾ, വോവൽ സൗണ്ട് എന്ന് പറയുന്ന സൗണ്ടുകൾ. ഓക്കെ. അപ്പോൾ ഈ സൗണ്ടുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സൗണ്ടും എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ചെറുങ്ങനെ മലയാളത്തിലും കൂടെ സൗണ്ടുകൾ എഴുതി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഓരോന്നിനും എക്സാമ്പിൾസും എഴുതി വെച്ചിട്ട് നിങ്ങളത് മസ്റ്റായിട്ട് നിങ്ങളെ നോട്ട്ബുക്കിലോട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റോറിയിലെ കുറച്ച് ആക്ടിവിറ്റീൻ്റെ പേജ് നമ്പർ 12 കേട്ടോ. പേജ് നമ്പർ 12 പേജ് നമ്പർ 12 ഇങ്ങനെ കാണുന്നില്ലേ, ഒരു ഫാമിലി ട്രീ ചാർട്ട് കാണുന്നില്ലേ. അതായത് റോബിൻ്റെ ഒരു ഫാമിലി ട്രീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫില്ല് ചെയ്യുക കേട്ടോ. അലക്സാണ്ടർ പാട്രീഷ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇത് ഫില്ല് ചെയ്ത് നോക്കുക. പിന്നെ താഴെ ഇവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ, ഈ ബോക്സിനകത്തുള്ള ഓരോ വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ എഴുതുക. സ്പൗസ്, ഫിയാൻസ്, കൊളീഗ്, ബ്രൈഡ് ഗ്രൂം, സൺ ഇൻ ലോ, പെറ്റേണൽ, ദെൻ സിസ്റ്റർ ഇൻ ലോ, ഗ്രാൻഡ് പാരൻസ്, നീസ്. ഇത്രയും വേർഡ്സും അതിൻ്റെ മീനിങ്ങും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ഒരു ഫാമിലിക്കകത്ത് വരുന്ന മെമ്പേഴ്സിൻ്റെ പല റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകളുടെ നെയിമാണ്. ഇപ്പോൾ കസിൻ എന്ന് പറയും, നീസ് എന്ന് പറയും, നെഫ്യൂ എന്ന് പറയും. ഇതൊക്കെ ആരാന്നുള്ളത് നിങ്ങൾ വേർഡ്സും അതിൻ്റെ മീനിങ്സും നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുക.
നെക്സ്റ്റ് അതുപോലെ കാണുന്നത് പേജ് നമ്പർ 13-ൽ 14-ൽ 14-ൽ ഇങ്ങനെയൊരു ഫിൽ ദ ബ്ലാങ്ക്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതുക. ദെൻ അതായത് ഇവിടെ കുറച്ച് ഫ്രേസൽ വേർബ്സ് അല്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ സജസ്റ്റഡ് ആക്ടിവിറ്റി 2 അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റി. നമ്മൾ ഈ ജൂബിലി പറയാമല്ലേ, സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നു, ഡയമണ്ട് ജൂബിലി, പ്ലാറ്റിനം ജൂബിലി. അപ്പോൾ ഓരോ ജൂബിലിയും എത്ര വർഷത്തെക്കുറിച്ചാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതുക. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാവുന്നതേ ഉള്ളൂ അല്ലേ. എത്ര വർഷം കൂടുമ്പോഴാണ് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നത്, 75ആണോ 60ആണോ 50ആണോ, നിങ്ങളത് മാച്ച് ഓഫ് ഫോളോയിങ് നിങ്ങൾ ഓരോന്ന് അതൊന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ അതും നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കംപ്ലീറ്റ് ആവാത്ത ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എഴുതാത്തുണ്ടെങ്കിൽ ഇതുവരെയുള്ളതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.